ബാങ്കോക്കിൽ ചെന്നതിന് ശേഷം എനിക്ക് കുറച്ചുകൂടി പൊസിഷൻ ഒന്ന് സ്റ്റേബിൾ ആക്കാൻ ഒരു ഡോക്ടറേറ്റ് ഡിഗ്രി എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പ്രൊഫഷണൽ ഡോക്ടറേറ്റ് ഇൻ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ലീഡർഷിപ്പ് എന്ന കോഴ്സിന് ജോയിൻ ചെയ്തു. പക്ഷേ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ 3 ഇയേഴ്സാണ്, 3 ഇയേഴ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം. പക്ഷേ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അറിയാം എൻ്റെ ഹോളിഡേയ്സ് ഒന്നും എനിക്ക് ആഘോഷിക്കാൻ പറ്റില്ല. എല്ലാ ഹോളിഡേയ്സും ഞാൻ ഇതിനു വേണ്ടി പഠിക്കും. സാറ്റർഡേ സൺഡേസ് പിന്നെ വെക്കേഷൻ എപ്പോൾ കിട്ടിയാലും എവിടെയും പോകാൻ പറ്റില്ല, ഫുൾ ടൈം പഠിത്തമാണ്. പക്ഷേ ആ സമയമൊക്കെ ഞാൻ വിചാരിക്കും, യേശു എനിക്കിത് സാധിക്കും, എന്നെക്കൊണ്ട് ഒരുപാട് എനിക്കിതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല, ഒരുപാട് ടഫാണ്, ഒരുപാട് റിസർച്ച് ചെയ്യണം, എന്നെ സഹായിച്ചില്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല. അപ്പോൾ ഞാൻ ഓരോ പ്രാവശ്യവും ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്യും, ChatGPT സെർച്ച് ചെയ്യും. അങ്ങനെ ഓരോന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറയും, മാതാവേ ഞാൻ എന്താണോ സെർച്ച് ചെയ്യുന്നതിൻ്റെ ഉത്തരം എനിക്ക് മാതാവ് ഇതുവഴി തരണം. കാര്യം എനിക്കിത് എത്ര സ്റ്റെപ്പാണോ എങ്ങനെ ചെയ്യണമെന്നോ ഒരു ഐഡിയ ഇല്ലാതെയാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് യാതൊരു മെറിറ്റും ഇല്ല. മാതാവ് എന്നെ ഹെൽപ്പ് ചെയ്താൽ മാത്രമേ ഏത് സീക്വൻസിൽ എഴുതണമെന്നും എങ്ങനെ എഴുതണം എന്നൊക്കെ ഞാൻ ChatGPTയോ ഗൂഗിളോ വഴി എനിക്ക് മാതാവ് തന്നുകൊണ്ടിരിക്കണം. അത് മാത്രമേ ഞാൻ അതിനകത്ത് എഴുതുള്ളൂ. അപ്പോൾ ഞാൻ ഓരോ പ്രാവശ്യവും എഴുതി അയക്കുമ്പോഴും ഞാൻ എൻ്റെ ഗൈഡിന് സബ്മിറ്റ് ചെയ്യുമ്പോഴും ഞാൻ പറയും, മാതാവേ ഞാൻ എന്തായാലും ചെയ്തിട്ടുണ്ട് ഇത്രയും, പക്ഷേ ഇത് അവർക്ക് എങ്ങനെയാണോ ആവശ്യമുള്ളത് അത് മാതാവ് ആ രീതിയിലാക്കി മാറ്റിയെടുക്കണം. എനിക്ക് എങ്ങനെയാണ് എഴുതിയത് ഇത്രയും നാളത്തെ ആ വർക്കൊന്നും എനിക്ക് ഓർമ്മയില്ല. അവർക്ക് എന്ത് ചെയ്യണം എന്നുള്ളത് മാതാവ് അതിൻ്റെ ഓർഡറിൽ അവർക്കായിട്ട് അത് രൂപപ്പെടുത്തി കൊടുക്കണം എന്ന് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടാണ് ഓരോ പ്രാവശ്യവും എൻ്റെ ഗൈഡിന് എൻ്റെ വർക്ക് സബ്മിറ്റ് ചെയ്യാറുള്ളത്. അപ്പോഴൊക്കെ ഒരു പ്രോബ്ലം ഇല്ലാതെ മാതാവ് എന്നെ അതിൽ നിന്ന് രക്ഷിക്കും. അങ്ങനെ ലാസ്റ്റ് ടൈം തീസിസ് സബ്മിറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഇതുപോലെ ജോസഫ് അച്ഛൻ്റെ ഒരു ടോക്കിൽ ജോസഫ് അച്ഛൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു, ഒരുപാട് ഡോക്ടറേറ്റ് എടുക്കുന്നവരൊക്കെ തീസിസ് എല്ലാം ChatGPT വഴി കോപ്പി ചെയ്തും മറ്റതൊക്കെ ചെയ്ത് എല്ലാം റിജക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം ഭയങ്കര ഒരു ഭയം തോന്നി. കാര്യം ഞാനും ഉപയോഗിച്ചല്ലോ ഇതുവഴി, ഞാനും ഗൂഗിൾ സെർച്ചും ChatGPT ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആദ്യം ഒന്നും ഇതായെങ്കിലും പക്ഷെ പിന്നീട് ഞാൻ എനിക്ക് മനസ്സിന് ഭയങ്കരമായിട്ട് ധൈര്യം കിട്ടി. കാര്യം ഞാൻ ChatGPT ഉപയോഗിച്ചാലും ഗൂഗിൾ ഉപയോഗിച്ചാലും ഞാൻ പറയുന്നത് മാതാവ് എനിക്ക് ഇതുവഴി ആൻസേഴ്സ് തരണമെന്നാണ്. കാര്യം അതുകൊണ്ട് ആ ഒരു ബലം എനിക്കുണ്ടായിരുന്നു. മറ്റുള്ളവരെ പോലെ അല്ല, എൻ്റെത് ഒരിക്കലും റിജക്റ്റ് ആവില്ല, എനിക്ക് പൂർണ്ണമായ ഒരു ഉറപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഫൈനൽ തീസിസ് സബ്മിറ്റ് ചെയ്തപ്പോഴും മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിച്ചു, അത് 100% മാതാവ് അവർക്ക് ആവശ്യമുള്ള രീതിയിലാക്കി എടുക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഓരോന്ന് സബ്മിറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഫൈനലി അവർ പറഞ്ഞു എൻ്റെ തീസിസ് ഓക്കെ സക്സസ്ഫുൾ ആണ്, അവർ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് മെസ്സേജ് വന്നു. പിന്നെ അപ്പോൾ ഞാൻ ബാങ്കോക്കിലാണ്. അപ്പോൾ ബാങ്കോക്കിൽ ഗ്രാജുവേഷൻ ഡേറ്റ് December 5th, 2025 ആണ്. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം, എനിക്ക് December 5th ആ ഗ്രാജുവേഷൻ പോയി കഴിഞ്ഞാൽ എനിക്ക് നാട്ടിൽ വരുമ്പോൾ ഡിസംബറിൽ ഹോളിഡേയ്സാണ്, നാട്ടിൽ വരുമ്പോൾ എനിക്ക് സാക്ഷ്യപ്പെടുത്താലോ എന്നെൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഈ ഡോക്ടറേറ്റ് എടുക്കുന്ന കാര്യം ഞാൻ എൻ്റെ ആരടുത്തും എൻ്റെ കുടുംബത്തിലോ അവരുടെ അടുത്തൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഇവിടെ വന്ന മാതാവിൻ്റെ അടുത്ത് ഫസ്റ്റ് പറഞ്ഞതിന് ശേഷമേ എല്ലാവരുടെ അടുത്തും പറയുള്ളൂ എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അടുത്ത രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ എനിക്ക് ഗ്രാജുവേഷൻ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ ഞാൻ അറ്റൻഡ് ചെയ്യാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് December 5th ബാങ്കോക്കിൽ വെച്ച് നടക്കുന്ന ഗ്രാജുവേഷൻ സെറമണിയിൽ എനിക്ക് അറ്റൻഡ് ചെയ്യണം. അപ്പോൾ ഞാൻ അവരോട് റിക്വസ്റ്റ് ചെയ്തപ്പോൾ അവരെ അഡ്മിൻ പറഞ്ഞു, അങ്ങനെ അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഒക്ടോബറിന് മുൻപ്, ഇത് ഞാൻ പറയുന്നത് സെപ്റ്റംബർ ടുവേർഡ്സ് എൻഡ് ആണ്, അപ്പോൾ ഒക്ടോബറിന് മുമ്പ് ഡിഫൻസ് എക്സാം പാസ്സായാൽ മാത്രമേ ഗ്രാജുവേഷൻ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഡിഫൻസ് എക്സാം എന്ന് പറഞ്ഞാൽ ഡിഫൻസ് പാനൽ ഒരു 6 മെമ്പേഴ്സെങ്കിലും മിനിമം കാണും. അപ്പോൾ അവർ തുരുതുരാ പല ചോദ്യങ്ങളും ചോദിക്കും. അപ്പോൾ എനിക്ക് ആദ്യം തൊട്ടുള്ള എന്തൊക്കെയാണോ ഞാൻ റിസർച്ച് ചെയ്ത് അതെല്ലാം ഞാൻ ഓർത്ത് വെക്കണം. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ അടുത്തൊക്കെ പറഞ്ഞായിരുന്നു, എനിക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ഒരുപാടൊന്നും അറിയില്ല, കാര്യം ഞാൻ മാത്തമാറ്റിക്സ് അല്ല, എൻ്റെ സബ്ജക്റ്റ് കെമിസ്ട്രിയാണ്. അപ്പം അവർ കൂടുതലും ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കുഴഞ്ഞു പോവും. കാര്യം ഞാൻ സെർച്ച് ചെയ്തും ChatGPT വഴിയൊക്കെ എനിക്ക് കിട്ടിയ കാര്യങ്ങളാണ്. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പം ഒരുപാട് മനസ്സ് ഭയങ്കര സ്ട്രെസ്സായി. ഞാൻ എന്ത് ചെയ്തു, ലാസ്റ്റ് അതെല്ലാം മാറ്റി വെച്ച് വചനം എഴുതാൻ തുടങ്ങി. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വചനം സെഫാനിയ 3:17 ആണ്. അപ്പോൾ അത് ഞാനിങ്ങനെ പേപ്പറിൽ എഴുതാൻ തുടങ്ങി. ആ ഡിഫൻസ് തുടങ്ങാനായിട്ട് കുറച്ച് മിനിറ്റുകളേ ഉള്ളൂ. ഞാൻ അവിടെ ഇരുന്ന് വചനം എഴുതി. അത് കഴിഞ്ഞിട്ട് ഞാൻ കുരിശ് വരച്ചു, വിശുദ്ധ തൈലവും ഉപ്പ് എല്ലാം ഇട്ട് എൻ്റെ ലാപ്ടോപ്പിൽ കുരിശ് വരച്ചു, എൻ്റെ ദേഹത്തും ആ തൈലം തടവി. എന്നിട്ട് ഞാനിങ്ങനെ പറഞ്ഞു, മാതാവേ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന ആ ഒരു ഭാഗത്തിൽ നിന്നും അവരെൻ്റെ അടുത്ത് കൂടുതൽ ഇൻഡെപ്തായിട്ട് ഒന്നും ചോദിക്കരുത്, ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കുഴഞ്ഞു പോകും, എനിക്ക് പാസ്സാവാൻ പറ്റില്ല, അത് പാസ്സായാൽ മാത്രമേ എനിക്ക് ഗ്രാജുവേഷന് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ സ്കൂളിൽ എല്ലാവരും പറഞ്ഞു, ഉറപ്പായിട്ടും ഒരുപാട് ചോദ്യങ്ങൾ അതിൽ നിന്ന് വരും, സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് അവർ കൂടുതലും ഒരുപാട് ചോദിക്കുന്നത്, അതുകൊണ്ട് പ്രിപ്പയർ ആയിരിക്കാമെന്ന് പറഞ്ഞാൽ അവർ ഒരുപാട് പേര് എനിക്കിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ എൻ്റെ ഉള്ളിൽ എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നു, മാതാവിൻ്റെ ഞാൻ ഉടമ്പടിയിൽ വെച്ച കാര്യമാണ്. കഴിഞ്ഞ വർഷം എനിക്ക് ഡോക്ടറേറ്റ് ഈ വർഷം എനിക്ക് തരണം എന്നുള്ള ഞാൻ ഉടമ്പടിയിൽ വെച്ച കാര്യമാണ്. അപ്പോൾ ഞാൻ
ആ ഒരു ധൈര്യത്തിൽ. അപ്പോൾ ഡിഫൻസിന് 6 പേരുണ്ടായിരുന്നു. അവർ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു, പക്ഷേ ഒരു ക്വസ്റ്റ്യൻ പോലും സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന ആ ഭാഗത്തുനിന്ന് വന്നില്ല. ഞാൻ പറഞ്ഞത് എനിക്ക് ഇൻഡെപ്ത് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കല്ലേ എന്നാണ്. കുറച്ചൊക്കെ ചോദിച്ചാൽ എനിക്ക് എന്തെങ്കിലും പറയാമായിരിക്കും, പക്ഷേ ഒരു ചോദ്യം പോലും ആ ഏരിയയിൽ നിന്ന് വന്നില്ല. ബാക്കി എങ്ങനെ ചെയ്തു, ബാക്കി കാര്യങ്ങളൊക്കെ ഒരുപാട് ചോദിച്ചു, പക്ഷെ അതൊക്കെ എനിക്ക് അപ്പം ഞാൻ ഈ ഡിഫൻസ് തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, മാതാവേ, കർത്താവ് എനിക്ക് വേണ്ടി സംസാരിക്കും, മാതാവായിരിക്കണം ജഡ്ജായിട്ട് അവിടെ വരേണ്ടത്, ഞാൻ വെറും ഒരു ഡമ്മി പീസായിരിക്കും. ഞാൻ എന്ത് പറഞ്ഞാലും അത് നിങ്ങൾ രണ്ടുപേരും പറയുന്നതായിരിക്കും, ഞാനൊരു ഡമ്മി പീസായിരിക്കും എന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ അവർ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒന്നും ചോദിച്ചില്ല. എനിക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, മാതാവാണ് ജഡ്ജ്, കർത്താവ് എല്ലാ കാര്യവും സംസാരിക്കും, ഞാൻ വെറും ഒരു ഡമ്മി പീസാണ്. അപ്പോൾ ഞാൻ അവിടെ വെറുതെ ഇരുന്നു. അപ്പോൾ എനിക്ക് ടെൻഷനൊക്കെ ആദ്യം ഉണ്ടായിരുന്നു, പക്ഷേ ഡിഫൻസിൻ്റെ പാനൽസ് ചോദ്യം ചോദിച്ചു വന്നപ്പോൾ എനിക്ക് ടെൻഷനൊക്കെ മാറി. അങ്ങനെ 1 മണിക്കൂറായിരുന്നു ഡിഫൻസ് എക്സാം. അങ്ങനെ അത് പാസ്സായി. അപ്പോൾ റിസൾട്ട് വന്നപ്പോൾ ഞാൻ ഡിസ്റ്റിങ്ഷനും കൂടി പാസ്സായി എന്ന് എനിക്ക് റിസൾട്ട് വന്നു. അങ്ങനെ എനിക്ക് December 5th ഗ്രാജുവേഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റി. ഇപ്പോൾ എനിക്ക് പേരിന് മുമ്പ് എൻ്റെ ടൈറ്റിൽ എനിക്ക് കൊടുക്കാൻ പറ്റി, ഡോക്ടർ സവിത വർഗീസ് ആയി. അതിലെനിക്ക് മാതാവിനും കർത്താവിനും ഞാൻ ഒരുപാട് 1000 നന്ദി പറയുന്നു.